ഇത്രയും ദിവസവും ഷൂട്ടിംഗ് നടന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ ആസിഫ് അലിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു ഈ പ്രദേശത്ത് മുഴുവൻ. അപ്പോൾ നമ്മളിപ്പോഴുള്ളത് ചുള്ളിയാർ ഡാമിലാണ്. കുഞ്ഞിയും ഞാനിവിടെ ചുള്ളിയാർ ഡാം കാണാൻ വേണ്ടി പോവുകയാണ്. അതേസമയത്ത് തന്നെ ഇവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മീൻ വളർത്തൽ കേന്ദ്രമുണ്ട്. മീൻ വളർത്തൽ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ചെറിയ മീനുകളെ കൊണ്ടുവന്നിട്ട് വലുതാക്കി കർഷകർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ചുള്ളിയാർ ഡാമിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അത്ര വലിയൊരു ഡാമല്ല, എങ്കിലും ഇറിഗേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡാമാണ്. അപ്പോൾ കുഞ്ഞി ബെൽറ്റിൽ ഓടുകയാണ്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ അണലിപ്പാമ്പുകളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ വനമേഖല മുഴുവൻ. അതുകൊണ്ട് ആളുകൾ തന്നെ പറയുന്നുണ്ട് അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, പേടിച്ചിട്ട് കൃഷിസ്ഥലത്ത് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചുള്ളിയാർ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാ കയറി വരുമ്പോഴേ നമ്മുടെ അശോക സ്തംഭമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അശോക സ്തംഭം ആ ചുള്ളിയാർ ഡാം നിർമ്മിച്ച സമയം, അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത് പോയി നോക്കാം. 1966 ഈ ഡാമിൻ്റെ കമ്മീഷൻ ചെയ്യുന്നത്. ഷിജു നൗഷാദ്. അപ്പോൾ ചുള്ളിയാർ ഡാമിൽ വന്നപ്പോൾ രണ്ടാളുകളെ കണ്ടുമുട്ടി. അവര് നമ്മുടെ അരുൺ സ്മോക്കിയുടെ വീഡിയോ കണ്ട് പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല ഞാൻ ഈ പരുവത്തിലായതുകൊണ്ട്. അപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു സംശയം, അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ശരി, ഞാൻ ഡാമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ വർക്ക് ചെയ്യുന്നത്? ഇവിടെ തന്നെയാണോ? ആണോ? അത് ശരി. അത് ശരി. ചാലക്കുടിയിലാ? അത് ശരി. അപ്പോൾ 2 ദിവസം അവധിയാണോ? അത് ശരി. ഓക്കെ. അപ്പോൾ ശരി, കണ്ടത് സന്തോഷം. ഓക്കെ. അപ്പോൾ നമ്മൾ ചുള്ളിയാർ ഡാമിൻ്റെ ഉള്ളിലേക്കല്ല, ഡാം കാണാനുള്ള വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു തമിഴ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, ക്ഷേത്രങ്ങളല്ല പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ ഡാമിലോട്ട് കയറി വരുമ്പം തന്നെ നമുക്കൊരു പ്രതിഷ്ഠ കാണാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് പ്രതിഷ്ഠകൾ കാണാൻ പറ്റും. അതൊരു വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ നമുക്ക് ഒരു വമ്പൻ ആര്യവേപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വന്ന ജംഗ്ഷനിലും നമുക്കൊരു വലിയ ആര്യവേപ്പ് കാണാൻ പറ്റും. സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വലിയ മലനിരകളാണ്. ആ മലനിരകൾക്കിടയിൽ വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഇനി അടുത്ത യാത്ര ആ വെള്ളച്ചാട്ടങ്ങൾ കാണാനാണ്. അപ്പോൾ ഡാമിലേക്ക് നമ്മൾ നടന്ന് കയറി വന്നിരിക്കുകയാണ്. ഇതും ഒരു നാച്ചുറൽ ഡാമാണ്. അതായത് മണ്ണുകൊണ്ട് ഒരു സൈഡ് റെഡിയാക്കിയിരിക്കുന്ന ഡാമാണ്. മണ്ണ് തന്നെയാണ്, ഭിത്തിയുടെ സൈഡിൽ മണ്ണിറക്കിയുള്ള ഡാമാണ്. ഒരു സൈഡ് കരിങ്കൽക്കട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചെന്ന് നോക്കട്ടെ. തോന്നിയാസിക്കാരി പോകുന്നുണ്ടോ? തോന്നിയാസത്തിലാണ് അവൾ പോകുന്നത്. അപ്പം ഇതാണ് മലനിരകൾ. നല്ല ഒരു മൂടൽമഞ്ഞിൻ്റെ ഒരു ലക്ഷണമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മനോഹരമായ ആ കാഴ്ച ചുള്ളിയാർ ഡാമിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ മലനിരകൾക്കിടയിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അവയിൽ 1-2 പോയി കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം പലയിടത്തും ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അതിലെ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റിയല്ല. കാട് ഏരിയയാണ്. താഴെ പോകുന്ന വഴിയെ പോയാൽ ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട്
ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ മലനിരകളെയൊക്കെ കണ്ട് നമ്മൾ ഡാമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഡാമിൻ്റെ റിസർവോയർ സൈഡാണ്, ഷട്ടർ സൈഡ് അങ്ങേ സൈഡിലാണ്. പക്ഷേ ഈ ഡാമിൽ മാത്രം ഷട്ടർ സൈഡ് നമുക്ക് കയറി കാണാൻ പറ്റില്ല, അത് ക്ലോസ്ഡാണ്. അപ്പോൾ ഇത് കണ്ടോ, ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിലാണ് നമ്മളുള്ളത്. മലനിരകളുടെ താഴെ മനോഹരമായ ഡാം, കരിങ്കൽ ഡാമാണ്. 1966 ഇറിഗേഷന് വേണ്ടി ഈ ഡാം നിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഡാമിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ മലനിരകൾക്കിടയിൽ അടിയിൽ ഈ ഡാം ഇങ്ങനെ വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്ന അവിടെ ഒരു ക്വാറി, ഒരു മലനിര കെട്ടുപോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങറ്റം മുതൽ തമിഴ്നാട് മുതൽ കേരളത്തിലേക്ക് നീങ്ങിക്കിടക്കുന്ന ഒരു വലിയ മലനിര, അത് നീണ്ടു നിവർന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ ടോപ്പിലൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ പണ്ട് നിർമ്മിക്കുന്ന കാലത്ത് വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു ഡാമാണ്. ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. പാലക്കാടിൻ്റെ സൗന്ദര്യം മുഴുവൻ നമ്മുടെ ബിഗ് സ്ക്രീനുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മുതലമടയിലെ ഈ ഡാമിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവിടെയെല്ലാം വലിയ ക്വാറികളാണ്. അപ്പോൾ ഈ വഴിക്ക്, ആ താഴത്തെ വഴിക്ക് വേണം മുമ്പോട്ട് പോകാൻ. അവിടെ താഴെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഡാമിൻ്റെ റിസർവോയർ ഏരിയ ഇതാ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഒരു എൽ ഷേപ്പിലുള്ള ഡാം ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ വ്യൂ പോയിൻ്റ് നടന്നു പോകുന്ന ഭാഗത്തു നിന്ന് നമുക്ക് അതിൻ്റെ ഷട്ടറുകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. മറ്റ് ഡാമുകളിലെ പോലെ നമുക്കിങ്ങനെ സൈഡിലോട്ട് നടന്നു പോകാൻ പറ്റില്ല. ഒറ്റ സൈഡ് മാത്രമേ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ ഭാഗത്ത് വന്നിട്ട് നമുക്ക് ആ ഡാമിൻ്റെ ഏരിയ കാണാൻ പറ്റും. നമുക്ക് ഒരു നല്ല ആൽമരം കാണാൻ പറ്റും. ഒരു പേരാല് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ വേരുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കാണാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തനിച്ചായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. കാരണം ഇപ്പോൾ പാമ്പുകളുടെ ശല്യം കൂടുതലാണ്, അതുകൊണ്ടാണ് പോകാത്തത്. ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വേര് പോലെ പാമ്പ് കിടക്കും. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരുമില്ല നമ്മളതൊന്ന് സെറ്റാക്കാൻ. അപ്പോൾ നമ്മുടെ സുരക്ഷയും കൂടി നോക്കണ്ടേ. പക്ഷേ കാണുന്ന സ്ഥലം അടിപൊളിയാണ്, അതിഗംഭീരം. ഇതുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആൾക്കാർക്ക് കയറി ഇറങ്ങാം പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഇത് കണ്ടോ, ആ പേരാലിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. ഇത് കണ്ടോ, വെളിയിലോട്ടൊക്കെ വേരിറങ്ങി അതിങ്ങനെ ഒരു ഏരിയ മുഴുവൻ കവറായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡാമിൽ നിന്നും മണൽ കോരുന്ന ആളുകളെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഡാമിൻ്റെ റിസർവോയർ ഏരിയയിൽ നിന്നും മണൽ കോരിയിട്ടിരിക്കുന്ന കാണാം. ഇവിടെയെല്ലാം മണൽ കോരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴിക്ക് പോയിട്ട് വേണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. പിന്നെ അതൊക്കെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പോകുന്ന വഴിയിൽ ആനശല്യം ഉള്ളതാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും. പകൽ ആന ഇറങ്ങാറില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടൊന്ന് പോയി നോക്കാം. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ പോവുക, അല്ലാതെ നമ്മൾ മടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കിയല്ലോ. അപ്പോൾ ആനശല്യമുള്ള വഴിയിലൂടെ നമ്മുടെ സൈക്കിള് പോകുമെന്ന് നോക്കട്ടെ. ആരെങ്കിലും അനുവദിക്കുവാണെങ്കിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ തിരിച്ചു പോരാം. അപ്പോഴത്തെ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മലയാണിത്. നമ്മൾ പല സീനുകളിലും കണ്ടിട്ടുള്ള ആ ഒറ്റപ്പെട്ട മല. പക്ഷേ മാറേ പൊടിപടലമായതുകൊണ്ട് പൊടി നന്നായിട്ടുണ്ട്. പിന്നെ ചെറിയ മൂടൽമഞ്ഞുമുണ്ട്. അതുകൊണ്ട് നമുക്ക്
ഈ മലകളെ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ചുള്ളിയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഏറ്റവും അറ്റത്തെത്തിയിരിക്കുകയാണ്. അവിടെയാണ് ചുള്ളിയാർ ഡാം തീരുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് എത്താമെന്നാണ് പറഞ്ഞത്. ഇത് ക്വാറിയാണ്, കരിങ്കൽ ക്വാറികളാണ്. അപ്പോഴത്തേന് നമ്മൾ ഡാമിൻ്റെ നമുക്ക് വരാൻ പറ്റുന്ന ഏരിയ വരെ എത്തിയിട്ടുണ്ട്. ഒരു ഇറിഗേഷൻ പ്രോജക്റ്റിലുള്ള ഡാമാണ്. ഇവിടെ ധാരാളം നീർപക്ഷികളുണ്ട്. അവയൊക്കെ അവിടെ എവിടെയൊക്കെ നിന്ന് മീൻ പിടിക്കുന്നത് കാണാം. അപ്പോഴത്തെ മറ്റൊരു സ്ഥലത്തുനിന്ന് നമ്മുടെ ചുള്ളിയാർ ഡാമിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറയൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഡാം സൈറ്റ് ഫുള്ള് കാണത്തക്ക രീതിയിൽ ഈ വളവിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ നിൽക്കുന്നത് ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മാറിയാണ്, ഡാമിലാണ് നിൽക്കുന്നത്. ഇവിടെ 2 നായ്ക്കൾ നടക്കുന്നതാണ്. ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവിടെ മറ്റു മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. കുഞ്ഞിതേ നായ്ക്കളെ എഴുന്നേറ്റ് നിന്ന് നോക്കുവാണ്. നോക്ക് 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 ഇവിടെ നോക്ക് നോക്കും നോക്കി ആണ്ട് 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 കയറി നോക്ക് കയറി നോക്ക്. ആ കണ്ടോ കണ്ടോ നിൽക്കുന്ന ഉണ്ടോ? എന്നാ പൊക്കോ പൊക്കോ, രണ്ടുപേരും പൊക്കോ. പാല് കാട്ടുന്നുണ്ട്, കുരയ്ക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളെ കടിക്കുമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. അതെ 3ാമത്തെ ആളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 3 ആളുകളുണ്ട്. കണ്ടോ, നമ്മൾ സെൻസായി, നമ്മൾ കട്ടായി, നമ്മളെ സെൻസ് ചെയ്തു ഓൾറെഡി. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇതാണ് ചുള്ളിയാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയ. അടിപൊളി. 3 ഷട്ടറുകളാണുള്ളത്. 4 ഷട്ടർ. പിന്നെ ചെറിയ വെള്ളത്തിൻ്റെ ചെറിയ ഫ്ലോയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയ ഷട്ടറുകളാണ്. ഇതാണ് ഫുൾ വ്യൂ. പോവാം. നല്ല കാറ്റായാലോടി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഡാമിൻ്റെ മുകളിൽ നിന്നും കാണാൻ പറ്റുന്നത് മുതലമടയിലെ വലിയ മാന്തോപ്പുകളാണ്. ഇത് മുഴുവൻ മാന്തോപ്പുകളാണ്. ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ മുഴുവൻ മാന്തോപ്പുകളാണ് കാണുന്നത്. നിറയെ മാങ്ങയായും നിറയെ പൂത്തു നിൽക്കുന്ന മാന്തോപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഒരു പരുന്തൂട്ടം പറക്കുന്നു. ഇഷ്ടം പോലെ പരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരുത്തൻ നല്ല ക്ലിയറായിട്ട് എൻ്റെ തൊട്ട് മോളി വന്ന് നിൽപ്പുണ്ട്. അരയാലാണ്, നല്ലൊരു അരയാൽ വിശാലമായിട്ട് നിൽക്കുന്നു. ഇടയ്ക്ക് കുഞ്ഞിടി ഓട്ടോ. ഒരു വീഡിയോ എടുക്കാനും അവൾ സമ്മതിക്കുകയില്ല. അവൾ ഓടുവാണ്. അവൾക്ക് പോയി കിടക്കണം. അവൾക്ക് തീറ്റ കഴിഞ്ഞാണ്. ഇത് കണ്ടോ, പിന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ ചെയ്യാൻ അവൾ പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റും. ഉണ്ടോ വലിച്ചുകൊണ്ട് ഓടുന്നു. പറഞ്ഞാൽ കേക്ക് ചെയ്യാത്തവൾ. അങ്ങോട്ട് എന്നതിന് പോവുക. അവിടെ സെക്യൂരിറ്റി ചേട്ടന്മാരുള്ളതാണ്. എല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പെയിൻ്റ് അടിച്ചാണെന്നുണ്ട്. അതെ, ഷൂട്ടിങ്ങുകാർ പെയിൻ്റ് അടിച്ചതാണ്.
കോട്ടയം വന്ന് അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊല്ലം കോട്ടയ്ക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇതാണ് ആ ചായക്കട. അപ്പോൾ നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയിൽ ഇവിടെയും വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മതി, കുഞ്ഞിക്കുള്ള ഫുഡ് വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് വലിയ ചവിട്ടാം. ഒരു ചിക്കൻ കറി പാഴ്സൽ വേണം. കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. സമയം ഇവിടെ ഫുഡേ കഴിക്കണവരുടെ അടുത്ത് നോണില്ല, കഴിക്കണില്ല, കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് കൊടുക്കാൻ പോലും ഇല്ല. ഓക്കെ പ്രത്യേക സങ്കടമായി. കുഞ്ഞിക്കുള്ള ഫുഡ് വാങ്ങിക്കാമെന്ന് വെച്ചു, അത് നടന്നില്ല. അപ്പം നമ്മൾ നേരെ ഇറങ്ങി പോവാണ്. നോണെല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ബീഫോ ചിക്കനോ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശരി, നമുക്ക് ചവിട്ടി വിട്ടേക്കാം. ഇനി അയ്യപ്പൻ ചേട്ടനാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അങ്ങോട്ട് വിടാം. അറിഞ്ഞുകൊണ്ട് കയറ്റിക്കൊണ്ട് വന്നത്. നമുക്കിട്ട് ഒരു കോട്ടയം വണ്ടി വരുന്നു. കോട്ടയം വണ്ടിയാണോ എന്നറിയില്ല. കോട്ടയം വണ്ടിയാകാൻ സാധ്യതയില്ല. കല്യാണ വണ്ടിയാണ്. ഡോറടയ്ക്കാൻ വെച്ചേ. ഇപ്പോൾ കട വല്ലതും ചോദിച്ചിട്ട് നമുക്ക് വലിയ സെറ്റാകാം, സ്കൂട്ടാകാം. അപ്പോൾ ഇവിടുന്ന് വല്ലതും വാങ്ങിക്കും. അപ്പോഴത്തെ ഒരു വലിയ കനാലാണ്. കനാലിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അടിപൊളി ഒരു ഏരിയ കണ്ട് അവിടെ നമ്മളെ സൈക്കിളും കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ഒരു വ്യൂ എടുക്കാമെന്ന് വെച്ച്. ഇതുണ്ടോ, കനാലിൽ നന്നായിട്ട് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. കാരണം കൃഷിയെല്ലാം നല്ല രീതിയിൽ ആകുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഡാമിൻ്റെ അവിടെ നിന്നാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ രാവിലെ തുറക്കാൻ പോയപ്പോൾ ഞാൻ കൂടെ പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെള്ളം കൂട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സീനുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ കരിങ്കല്ലൊക്കെ പൊട്ടിച്ച് ഇത് കനാലാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ അകത്തുകൂടിയാണ് വെള്ളം ഒഴുകി പോകുന്നത്. നല്ല അടിപൊളി സീനാണ്. കരിമ്പനകളുടെ കൂട്ടത്തിനിടയിലാണ്, ഇടയിൽ കൂടിയാണ് ഈ കനാൽ ഒഴുകി പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലോട്ട് പോവാം.